ഡോക്ടർ ജോസഫ് വർഗീസ്, ഈ ഒരു ധനക്കമ്മി, നമുക്കറിയാം ധനക്കമ്മി കൂട്ടിയാൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മുടെ ഋണശേഷി, കേരളത്തിന്റെ ഋണശേഷി അല്ലെങ്കിൽ വായ്പാ ശേഷി എന്തുമാത്രം ഉണ്ട് എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയല്ലാതെ ധനക്കമ്മി ഉയരുന്നത് ആശങ്കാജനകം തന്നെയല്ലേ? ഈ ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ റവന്യൂ ഡെഫിസിറ്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ സീറോയിലേക്ക് കൊണ്ടുവരാവുന്ന FRB ആക്ടിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ് വേണ്ട പണം അതാത് വർഷം തന്നെയുള്ള റവന്യൂവിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പോസിഷനാണ് പ്രധാനം. ആ കമ്പോസിഷനിൽ അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് പ്രത്യുൽപാദനപരമായിട്ടുള്ള മേഖലകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉയരുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അപ്പോൾ ഓവറോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് അൺകൺട്രോളബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനും പറ്റില്ല. നമുക്കിപ്പോൾ അറിയാം, കേരളത്തിൻ്റെ ടോട്ടൽ ലയബിലിറ്റി ഇറ്റ് കംസ് ടു അറൗണ്ട് ഒരു 62,000 ക്രോഡ്സ് വരുന്നുണ്ട്. അത് ആളോഹരി വെച്ച് നോക്ക്, 3 കോടി ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ആളോഹരി 20,000 രൂപ എല്ലാവർക്കും കടമുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മിനിമം 20,000 രൂപ കടമുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ ഇവിടെ ഞാൻ ഡോക്ടർ തോമസ് ഐസക് ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം എക്കണോമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും നമുക്ക് ഡേറ്റ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും പെർസെൻറ്റേജസ് തന്നെയാണ്. He talks about increase in percentages. Actual figures, what is the percentage based on എന്നുള്ള പറയുന്നില്ല. There is no comparison with other states. നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ 84 കോടി രൂപ they could make a revenue surplus. ആന്ധ്രാപ്രദേശിൽ 700 കോടി രൂപ ഉണ്ടായി. നമ്മളും ബംഗാളും മാത്രമാണ് ഇപ്പോഴും, അസമും മാത്രമാണ്, ഈ 3 സ്റ്റേറ്റ്സ് മാത്രമാണ് മൈനസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വായ്പ എടുക്കാൻ ധനമന്ത്രിയെ ഡോക്ടർ അനുവദിക്കുമോ? ദാറ്റ് എക്കണോമിക്സ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലേക്ക്. ഈ PPP കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഭവന നിർമ്മാണ മേഖലയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കറിയാം നോൺ ടാക്സ് റവന്യൂവും ഇൻക്രീസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടെന്ന്. അത് ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര കോൺട്രഡിക്ടറി അല്ലേ അത്? അതിനെ കുറിച്ചുള്ള അതായത് ശരി, എന്നാൽ ഞാൻ പറഞ്ഞേക്കാം. ഭവന നിർമ്മാണം എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്.